Let's start the class now. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് പഠിച്ചു അല്ലേ? അതാരാ? ഓക്കെ, 3 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വർക്ക് എന്താണെന്ന് അറിയോ? ഇന്ന് നമുക്ക് കുറച്ച് 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതി പഠിക്കാം. Take page number 76. Page number 76. Page number 76 കണ്ടോ? അതിനകത്ത് ഒരു കോളം കാണുന്നുണ്ട് അല്ലേ? കണ്ടോ? ഈ കോളം കണ്ടോ? അതിനടിയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? കണ്ടോ എല്ലാരും? ഏതാ ചെയ്യണ്ടേ? കോളം ചെയ്യണോ അടിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യണോ? ഫസ്റ്റത്തെ കോളം ചെയ്യണോ സെക്കൻഡ് അടിയിലുള്ള fill in the blanks ചെയ്യണോ? നിങ്ങൾ പറ. ഫസ്റ്റ് ഓർ സെക്കൻഡ്? The choice is yours. സെക്കൻഡ്. ഫസ്റ്റ് ആണോ ചെയ്യുന്നേ? കോളം ഫില്ല് ചെയ്യുന്നോ? ഒരുപാട് ടൈം എടുക്കില്ലേ അത് ചെയ്യാൻ? പെട്ടെന്ന് തീർക്കോ? മിസ് സമയം തരാം. ഇപ്പൊ 11:40, 11:50 ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്ത് തീർക്കോ? Starting from 101 and ending at 200. Start now. എഴുതിക്കോ. ഈ കോളത്തില് ഇവിടെ 101 ഉണ്ട്, തൊട്ടടുത്ത കോളത്തില് 102, 103, 104, 105 അങ്ങനെ എഴുതി ഫുള്ള് ഫില്ല് ചെയ്ത് 200 വരെ. യൂസ് യുവർ പെൻസിൽ. പെന്ന് യൂസ് ചെയ്ത് പെൻസിൽ ഉപയോഗിച്ചാണ് എല്ലാവരും എഴുതിയേ. ഓക്കെ, പേജ് നമ്പർ 76 ആ കോളം ഫില്ല് ചെയ്യാം. 101 മുതൽ 200 വരെ എഴുതാനാവോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോ. 10 മിനിറ്റ് മിസ് സമയം തരാം, വേഗം എഴുതിക്കോ. Take the next page. Page number 77. ഇപ്പൊ നിങ്ങൾ ചെയ്ത ഫില്ല് ചെയ്ത കോളം ഇല്ലേ? പേജ് 76 ഫില്ല് ചെയ്ത കോളം ഇല്ലേ? അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? അതിന് തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇപ്പൊ ചെയ്തതിന് തൊട്ട് താഴെ. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. എന്താ ചെയ്യണ്ടേ? പേജ് നമ്പർ 76 D question, fill in the blanks. All of you listen. Page number 76 D, fill in the blanks. 5 questions അവിടെ കൊടുത്തിട്ടുണ്ട്. First one 301, 302, sorry 301, 302, 303 അങ്ങനെ 310 വരെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ 405 മുതൽ 414 വരെ ഫില്ല് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതിയിട്ട് ഫില്ല് ചെയ്യാം. തേർഡ് വൺ 597 മുതൽ 606 വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ എഴുതാം. കൊടുത്ത ഡാഷ് കൊടുത്തിട്ടില്ല ഓരോന്ന്, അതിൽ ഓരോന്നിലും എഴുതിയിട്ട് നമ്പേഴ്സ് എഴുതി ഫില്ല് ചെയ്യാം. ഓക്കെ, അത് ഇന്നത്തെ ഹോംവർക്ക്. അതുപോലെ തൊട്ട് നെക്സ്റ്റ് പേജില് പേജ് നമ്പർ 77 നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഒരു കോളം കൂടി ഉണ്ട് അല്ലേ? ഫ്രം 801 to 900. അതും കൂടി ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യൻ ഇന്നത്തെ ഹോംവർക്ക്. ഓക്കെ, പേജ് നമ്പർ 76 D, fill in the blanks, and page number 77 E, write the numbers from 801 to 900. 2 questions are for your homework. Okay, then look at the next question in page number 77.
Page number 77. Which number comes just after? Question kando. F question. Which number comes just after? എല്ലാരും മിസ് പറയുന്ന ക്വസ്റ്റ്യൻ ആണോ നോക്കുന്നേ? ആണോ? മറ്റേത് ചെയ്ത് കഴിയാത്തവർ അവിടെ വെച്ചോ. ഇപ്പൊ മിസ് പറയുന്ന ക്വസ്റ്റ്യൻ നോക്ക് കേട്ടോ. ബാക്കി പിന്നെ ഫിൽ ചെയ്താൽ മതി. Page 77 F question. Which number comes just after? നിങ്ങൾക്ക് 8 നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? What is just after? ഒരു നമ്പറിന് തൊട്ട് ശേഷമുള്ള നമ്പർ. ജസ്റ്റ് ആഫ്റ്റർ. ഒരു നമ്പർ കഴിഞ്ഞപാടെ വരുന്ന നമ്പർ. അതാണ് എഴുതേണ്ടത്. ഫസ്റ്റ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടോ? 925. അതിന് ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പർ ഏതാ? 926. മനസ്സിലായോ? അതുപോലെ 206ന്റെ ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പർ നിങ്ങൾ ഒന്ന് എഴുതിയേ പെട്ടെന്ന്. റൈറ്റ് നൗ 206ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ. യു റൈറ്റ് ഇറ്റ്. എഴുതി, എല്ലാരും എഴുതിയല്ലേ? 208 ആണോ? 208 ആണോ? No, it is 207. Okay, 207. എഴുതിയവരൊക്കെ ഒന്ന് കൈവന്നിച്ചേ. Okay, very good. അടുത്ത രണ്ടെണ്ണം ചെയ്തേ. 409ന്റെ ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പറും 792ന്റെ ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പറും. ആ രണ്ടും ഒന്ന് പെട്ടെന്ന് എഴുതിയേ. ഏതാ? 409ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പറും 792 കഴിഞ്ഞിട്ട് വരുന്ന നമ്പറും. Nafi finished. Nafi, you so fast. Afla also finished. Tessa Maria, Shahzad. Binne കാണുന്നില്ലല്ലോ മോളെ. കറണ്ട് ഇല്ലേ വീട്ടില്? Okay, all of you finished. എല്ലാരും നല്ല കുട്ടികളാണല്ലോ, പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, മിസ് ആൻസർ പറയേ, ഒന്ന് നോക്കണേ. 409ന്റെ ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പർ 410. 410. ഓക്കെ, then next one 792 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ 795. ആണോ? അല്ലേ? 792 കഴിഞ്ഞിട്ട് വരുന്നത് ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പർ 795 ആണോ? നോ, സയാൻ മാത്രം നോ പറഞ്ഞിട്ട്. എറിക് നോ പറഞ്ഞിട്ടുണ്ട്. ഹന്ന നോ പറഞ്ഞിട്ടുണ്ട്. മിസ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണെന്ന് പറയുന്നവരൊന്ന് കൈവന്നിച്ചേ. മിസ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണെന്ന് പറയുന്നവരൊന്ന് കൈവന്നിച്ചേ. 792 കഴിഞ്ഞിട്ട് വരുന്നത് 795. മുഹമ്മദ് മിസ് പറഞ്ഞ ശരിയാണോ? മുഹമ്മദ് വിവി ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ മിസ് തെറ്റ് പറഞ്ഞതാന്ന്. അപ്പൊ എന്താ കറക്റ്റ് ആൻസർ? 793. Okay, very good. Then write the next two numbers, 5 and 6. 511 ശേഷമുള്ള നമ്പറും 620 ശേഷമുള്ള നമ്പറും. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ എല്ലാരും. അഫ്ല, ഷിഫാന, അനിഹ, എറിക്, നാഫി, അനഗ, മാളവിക, ജുവൽ മരിയ, ടെസ, ഇഫ്ര. ഷിയാസിനെ കാണുന്നില്ലല്ലോ. ആരുടെ കയ്യാ മുന്നില്? ഓക്കെ, ഷഹസാദ്, കൗശിക്, സയാൻ, ഫർഹ,
ഹിബ. ഓക്കെ, എല്ലാരും ഫിനിഷ് ചെയ്തു അല്ലേ? അപ്പൊ മിസ് ആൻസർ പറയാം. 511 ശേഷം 514. No, it is 512. 512. Okay, then 620 just after 627. Yes or no? No. Then it is 625. 625. No. Okay, the correct answer is 621. Okay. Then write the next two numbers. 956 and 129. 956 and 129. Write the numbers comes just after. എഴുതിയോ? Okay, the answers are 957 and 130. 130. എല്ലാം ശരിയായവരൊന്ന് കൈവന്നിച്ചേ. എല്ലാവർക്കും ശരിയായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. Okay, then look at the next question. Which number comes just before? Just after എന്ന് പറഞ്ഞാല് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ആണെങ്കിൽ just before എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൊട്ട് മുന്നേ വരുന്ന നമ്പർ. Okay? What do you mean by just before? തൊട്ട് മുന്നേ വരുന്ന നമ്പർ. എക്സാമ്പിൾ കൊടുത്തത് നോക്കിയേ. 751 തൊട്ട് മുന്നേ വരുന്നതാണ് 750. ഫസ്റ്റ് വൺ ആൻസർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ? അതുപോലെ നെക്സ്റ്റ് ആൻസർ എഴുതിയേ. സെക്കൻഡ് വൺ 900 തൊട്ട് മുന്നേ വരുന്ന നമ്പർ ഏതായിരിക്കും? Write the answer. The number comes just before 900 is, the answer is 899. ആണോ? Yes, okay, 899 is the correct answer. Okay, then write the next two ones. 638, 147. Write the numbers that comes just before these numbers. Okay, the numbers are 638 ന് തൊട്ട് മുന്നേ വരുന്ന നമ്പർ 635. No? Yes or no? The number just before 638 is 635. Then what is the correct answer? 637. ആണോ? 637 ആണോ? Yes, okay. Then next one, 147 ന് തൊട്ട് മുന്നേ വരുന്നത് 138. No. 134.
No. 146. Jewel Maria Tettipoyale. Okay, 146 is the correct answer. 146. Okay, then write the next two ones. 499, 840. Write the numbers that comes just before 499 and 840. Aniha finished? Afla finished? Shezad? Anaga, Malaviga, Mohammad Vivi, Kurian Joseph, Anson. Okay, I think all of you finished. The answer is the number that comes just before 499 is 500. The answer is 500. The number that comes just before 499 is 500. No. Arke no parayunne 500 allannu parayunna arakya? Okay, the correct answer is 498. 498. Okay, then the next one, the number that comes just before 840 is 840 ക്ക് തൊട്ട് മുന്നേ വരുന്നത് 835. 835. Yes or no? No. Kaushik, yes or no? No. Okay, then the answer is 839. 839. Then write the next. The number that comes just before 276 and 430. Jewel Maria Vinesh, Aniha, Aflo, Efra, Nafi, Hiba, Advait, Malavika, Shigesh, Tessa, Farha, Shahzad, Shifana, Ajit, Mohammad Devi, Anita, Zayan, you finished? Advait finish it. Yes, okay. Anaga. Okay, I'm going to read the answer. The number that comes just before 276 is 280. 280. No. No, 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 no. Okay, then the answer is 275. Okay, then next, the number just before 430. It is 429. 429. Yes or no? Yes. Okay, very good. Ella ശരിയായവരൊന്ന് കൈവന്നിച്ചേ. Very good, very good. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാവർക്കും എളുപ്പമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ? എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ?
No. അപ്പൊ ഇന്നത്തെ homework പറഞ്ഞത് ഏതൊക്കെയാ? Page number 76, D, fill in the blanks. Page number 77, E, write the numbers from 801 to 900. Okay. അപ്പൊ എല്ലാരും ഇന്ന് തന്നെ homework സെൻഡ് ചെയ്ത് തരാം. ഹോംവർക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോ ഫോട്ടോന്റെ കൂടെ നിങ്ങളുടെ പേരും സബ്ജക്റ്റിന്റെ പേരും മസ്റ്റ് ആയിട്ടും വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അത് മറക്കരുത്. നിങ്ങളുടെ പേരും സബ്ജക്റ്റിന്റെ പേരും എല്ലാവരും ഹോംവർക്കിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ? Do you have any doubt? No. Okay, that's all for today. Let's see in the next class. Bye.